റൂത്ത് 1-ാം അധ്യായത്തിലെ ചോദ്യങ്ങൾ. ചോദ്യം 1. റൂത്ത് ഏത് വംശജയായിരുന്നു? ഉത്തരം മോവാബിയ. ചോദ്യം 2. റൂത്തിൻ്റെ അമ്മായിയമ്മയുടെ പേരെന്ത്? ഉത്തരം നവോമി. ചോദ്യം 3. റൂത്ത് ഭർത്താവിനൊപ്പം എവിടെയാണ് താമസിച്ചിരുന്നത്? ഉത്തരം മൊബാബ്. ചോദ്യം 4. ഭർത്താവ് മരിച്ച ശേഷം നവോമി എവിടേക്കാണ് മടങ്ങിയത്? ഉത്തരം ജെറൂസലേം. ചോദ്യം 5. ജെറൂസലേമിൽ റൂത്ത് ആരുടെ ഭാര്യയായി? ഉത്തരം ബോവാസ്. ചോദ്യം 6. റൂത്തിൻ്റെ പേര് ഏത് രാജാവിൻ്റെ വംശാവലിയിൽ ഉൾപ്പെട്ടു? ഉത്തരം ദാവീദ്. ചോദ്യം 7. രണ്ടാം വിവാഹത്തിന് ശേഷം റൂത്ത് ഏത് രക്ഷിതാവിൻ്റെ വംശാവലിയിൽ ഉൾപ്പെട്ടു? ഉത്തരം യേശുവിൻ്റെ. ചോദ്യം 8. യൂദയായിലെ ബെത്ലഹേംകാരനായ ആരാണ് മൊബാബ് ദേശത്ത് കുടിയേറി പാർത്തത്? ഉത്തരം എലീമേലെക്ക്. ചോദ്യം 9. എലീമേലെക്കിൻ്റെ ഭാര്യയുടെ പേര്? ഉത്തരം നവോമി. ചോദ്യം 10. മഹലോൻ്റെയും കിലിയോൻ്റെയും പിതാവിൻ്റെ പേര്? ഉത്തരം എലീമേലെക്ക്. ചോദ്യം 11. എലീമേലെക്കും കുടുംബവും ഏത് ജനവിഭാഗത്തിൽപ്പെട്ടവരായിരുന്നു? ഉത്തരം എഫ്രാത്യർ. ചോദ്യം 12. നവോമിയുടെ മരുമക്കളുടെ പേരെന്ത്? ഉത്തരം ഓർഫ, റൂത്ത്. ചോദ്യം 13. നവോമിയും കുടുംബവും മൊബാബിൽ എത്ര വർഷം താമസിച്ചു? ഉത്തരം 10. ചോദ്യം 14. നവോമി ആരുടെ കൂടെയാണ് ബെത്ലഹേമിലേക്ക് പോകാൻ ഒരുങ്ങിയത്? ഉത്തരം മരുമകളുടെ കൂടെ. ചോദ്യം 15. നവോമി മരുമക്കളോട് എവിടേക്ക് പോകുവാനാണ് പറഞ്ഞത്? ഉത്തരം മാതൃഭവനങ്ങളിലോട്ട്. ചോദ്യം 16. കർത്താവിൻ്റെ കൈ എൻ്റെ മേൽ വീണിരിക്കുന്നു എന്ന് പറഞ്ഞത് ആരാണ്? ഉത്തരം നവോമി. ചോദ്യം 17. നവോമിയെ ചുംബിച്ച് തൻ്റെ നാട്ടിലേക്ക് മടങ്ങിപ്പോയ മരുമകൾ ആര്? ഉത്തരം ഓർഫ. ചോദ്യം 18. നീ പോകുന്നിടത്ത് ഞാനും പോകും എന്ന് പറഞ്ഞ വിശ്വസ്തയായ മരുമകൾ ആര്? ഉത്തരം റൂത്ത്. ചോദ്യം 19. നിന്നെയും എന്നെയും വേർപെടുത്തുന്നവൻ മരണം മാത്രമാകട്ടെ ആരുടെ വാക്കുകൾ? ഉത്തരം റൂത്ത്. ചോദ്യം 20. റൂത്തും നവോമിയും ചേർന്ന് യാത്ര ചെയ്തെത്തിയത് ഏത് നഗരത്തിലേക്കാണ്? ഉത്തരം ബെത്ലഹേം. ചോദ്യം 21. എന്നെ നവോമി എന്ന് വിളിക്കരുത്, എന്നെ ഡാഷ് എന്ന് വിളിക്കണം. ഉത്തരം മാറ. ചോദ്യം 22. സർവശക്തൻ എനിക്ക് ഡാഷ് വരുത്തിയിരിക്കുന്നു. ഉത്തരം ആബത്ത്. ചോദ്യം 23. എന്തു തുടങ്ങിയപ്പോഴാണ് അവർ ബെത്ലഹേമിലെത്തിയത്? ഉത്തരം ബാർലി കൊയ്ത്ത്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.